ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ആർക്കെ ഫിഷിംഗ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. എന്താ വെച്ചാൽ റോഡും റെയിലും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ പുഴയിലും പാടത്തും കടലിൽ പൊതുവെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല, എന്നാലും പോണ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് റോഡ് റെയിലും ഇതിനെന്ത് വില ഉണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, ഇത് എന്താണ് എടുക്കേണ്ടത്, ഏത് രീതിയിലുള്ള സാധനം എടുക്കണം, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനൊരു ഇൻസ്പിറേഷൻ, അതിനൊരു ഇങ്ങനെ കൊണ്ടിട്ടാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം ആദ്യം തന്നെ. അപ്പോൾ അത് എന്തിനൊക്കെയുള്ള ഏതൊക്കെ മീൻ ടാർഗറ്റ് വേണം, ഏതൊക്കെ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്നാൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ടാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് പനീറിൻ്റെ പനീറിൻ്റെ ക്ലാസിക് സ്കിൻ. അതുപോലെ തന്നെ ഇതിനോട് പേര് ഇതാണ് ലുക്കാനൻ്റെ തക്കുക്കാന. 4000 സീരീസ് റീലാണ്. അതുപോലെ തന്നെ ഷിമാൻ എഫക്സ്, അതും ഇതിന് നമ്മൾ സൂട്ടാക്കിയിട്ട് ഉപയോഗിക്കലുണ്ട്. വേറെ എക്സ്ട്രാ സ്കൂളും ഉണ്ട്. അതായത് ഒരു കനം കുറഞ്ഞ ബ്രൈഡ് നമ്മൾ ലോങ് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കനമുള്ള ബ്രൈഡാണ് നമ്മൾ അമൂറിനൊക്കെ. ഓക്കെ, അമൂറ് ചമ്പല്ലി പുലിമുട്ടുകൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പിന്നീട് ഞാൻ വാങ്ങിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് മിച്ചൽ ഫ്ലൂയിഡ്. അത് 8 ഫീറ്റാണ്, ഇത് 9 ഫീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ റോഡിനെ പ്രത്യേകത ഇത് ലോങ് കാസ്റ്റിന് വേണ്ടിയിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സാധനം. ഇത് ലോങ് കാസ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഇത്. പിന്നെ അഡ്വാൻറ്റേജ്, റോഡിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ലോങ് കാസ്റ്റ്, അതിന് കുറച്ച് ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്യാനാണ് ഉള്ളൊരു പർപ്പസിനുള്ളതാണ്. പിന്നെ നമ്മൾ പുലിമുട്ടുകൾ അമൂറ് ചെമ്പല്ലി അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ അത് നമ്മളെ സ്കില്ലിനനുസരിച്ചാണ്. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത്. പിന്നീട് ഞാൻ വാങ്ങിച്ചതാണ് ഒരു ഡൈവേൻ്റെ സ്പെയറോസ് എന്ന് പറഞ്ഞിട്ട് 7 ഫീറ്റ് വരുന്നത്. അപ്പം ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ പുഴയിൽ ഇത് എല്ലാ പർപ്പസിനും പറ്റും. അതായത് നമ്മൾ ചെറുമീൻ ഒരാൾ കാസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ കുറേ പൊന്തക്കാടുകൾ അങ്ങനെയുള്ള പുഴ സൈഡിലുണ്ടാവില്ല, മരങ്ങൾ, ഈ തെങ്ങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. അതിനും ഈ എഫക്ട്സോ അല്ലെങ്കിൽ തക്കുക്കാൻ അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മിച്ചലിൽ നമ്മൾ എടുക്കൽ ഇതാണ് ഷിമാനൻ്റെ സഹാറ. ഓക്കെ, ഇത് കുറച്ച് എഴുതി കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കടലിൽ പിന്നെ നമ്മൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത്. അതായത് വൈറ്റ് കാസ്റ്റിലുള്ള. ഓക്കെ, വൈറ്റ് കാസ്റ്റ് പറഞ്ഞാൽ വൈറ്റ് കാസ്റ്റിൻ്റെ റീല് ഇത് നമ്മൾ എല്ലാ ഇതും നമുക്ക് മനസ്സിലാവും. ഇത് നേരെ നമുക്ക് ഗൈഡുകൾ കീപ്പെട്ടാണ് വരിക. ഇതിൻ്റെ വൈറ്റ് കാസ്റ്റിൻ്റെ പ്രത്യേകം വെച്ചാൽ ഗൈഡുകൾ മാപ്പെട്ടാണ് ഉണ്ടാവുക. നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ റീല് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച റീല്. അതായത് F2000 പറഞ്ഞിട്ട് ചൈന റീലാണ്. ഒരു 1500 റുപ്യാണ് ഇതിൻ്റെ വില. അടിപൊളി റീലാട്ടോ. 1500 റുപ്യാണ് ആണെങ്കിൽ കൂടിയിട്ടും പൈസൻ്റെ അത് മാത്രമല്ല, നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള അടിപൊളി റീലാണ്. പിന്നെ പുറത്തുകാർക്ക് ഏറ്റവും ഈ അതായത് നമ്മൾ ബൈക്ക് കാസ്റ്റ് റീലിന് എപ്പോഴും ഒരു ബാക്ക് ക്ലാഷിനൊരു പ്രശ്നമുണ്ട്. ഇത് ഈ ബാക്ക് ക്ലാഷുകാരുടെ സംഭവം ഉണ്ടല്ലേ, ഉപയോഗിച്ച് പഠിക്കാൻ ഏറ്റവും സൂപ്പറായിട്ടുള്ള റീലാണ്. അപ്പോൾ തുടക്കക്കാർ ബൈക്ക് കാസ്റ്റിലേക്ക് തീരുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് സമയത്ത്. ഓക്കെ, പിന്നീട് അതാ ഡൈവൻ്റെ ഞാൻ ചെറുതായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ നമുക്ക് തുടർച്ചയായിട്ട് ഒരു 4-5 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്താലും നമ്മൾക്ക് ഷോൾഡർ പെയിന് കാര്യമില്ല, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കുറച്ച് വെയിറ്റ് ഉണ്ടാവുള്ളൂ. രണ്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് പെയറാക്കി ഉപയോഗിക്കുകയാണെങ്കിലും. പിന്നെ ഞാനിത് അപ്ഗ്രേഡ് ചെയ്ത സമയത്താണ് ഡൈവൻ്റെ ഫ്രീഡ് 150. ഓക്കെ, എന്താ പറയുക, അത് നമ്മൾ പാഞ്ഞ് നമ്മൾ ഇതിൻ്റെ ആവേശത്തിൻ്റെ പുറത്ത് നല്ല ഇതായിട്ടുള്ള അത്യാവശ്യം നല്ല സാധനങ്ങളാണ്. ഇപ്പോൾ ഇതൊന്നും മോശം എന്നുള്ളതല്ല. സ്കിന്നിങ്ങിലേക്ക് തീരുകയാണെങ്കിൽ മിച്ചൽ സാറെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല എല്ലാവിധ പർപ്പസിനും പറ്റിയ സാധനമാണ് മിച്ചലും സാറ്. ഓക്കെ, പക്ഷേ നമ്മളെന്താ വെച്ചാൽ ഇതിപ്പോൾ രണ്ടും കൂടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എബൌട്ട് 10,000, അതായത് 10,000 റുപ്യേൻ്റെ മുകളിൽ എന്തായാലും നമുക്ക് ഇത് രണ്ടും കൂടി വിത്ത് ബ്രൈഡ് അല്ല കേട്ടോ, ബ്രൈഡ് ഇല്ലാണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ലൂറ് അതിനുള്ള വേണ്ട സാധനങ്ങൾ കൂടിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം പൈസ പോക്കറ്റിൽ നിന്ന് ഇറങ്ങും. ഓക്കെ, അപ്പോൾ അതല്ല ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ തിരിയണ സമയത്ത് കുറഞ്ഞ ബഡ്ജറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പം ഇതിനുള്ള ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഈ പനീറിൻ്റെ ക്ലാസിക് സ്പിൻ പോലത്തെ ഒരുപാട് നല്ല അടിപൊളി റോഡുകൾ വരുന്നുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ.
പിന്നെ കുറച്ച് പറഞ്ഞാൽ 2 സംതിങ് വരുന്ന ഈ ഷിമാന എഫക്സ് ഇത് നമുക്ക് തുടക്കക്കാർക്ക് ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി റീലാണ്. നമുക്ക് ആരോടും പറയാം, ധൈര്യമായിട്ട് ട്രസ്റ്റ് വിശ്വസിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറയുന്ന സാധനമാണ്. ഒരുപാട് സാധനങ്ങൾ അതേപോലെ തന്നെ കത്തോൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ടും എന്ത് ചെയ്യാം, കുറഞ്ഞ ബഡ്ജറ്റുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് കുറച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മൾക്കിത് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ സംതൃപ്തി കിട്ടുന്നുണ്ട്, ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാതെ വെക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പം കുറച്ചു കാലം ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് അത്രയും എന്താ കാശ് ഇവിടെ മുടക്കിയ പൈസ പോയി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറഞ്ഞ പൈസക്ക് ആരെങ്കിലും കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആർക്കെ ഫിഷിംഗ് വേൾഡ്.